ആദ്യം പറഞ്ഞ നേതാക്കളോട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കൂടി ആവർത്തിക്കുക. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് INTUC പ്രസിഡന്റിനെ പേടിയാണോ? അദ്ദേഹം ഒരു സൂപ്പർ നേതാവാണ്. INTUCയുടെ നിലപാട് കോൺഗ്രസിന്റെ നിലപാടുകൾക്ക് അനുരൂപമായിരിക്കേണ്ടതല്ലേ? ആശാസമരത്തിലെ KPCCയുടെ നിലപാട് ആ സമരത്തിന് അനുകൂലമല്ലേ? അതിനെ പിന്താങ്ങുന്നില്ലേ? എന്നിട്ടും എന്തുകൊണ്ട് അതിനെ പൊളിക്കുന്നതിന് INTUCയുടെ പ്രസിഡന്റ് നടത്തുന്ന ശ്രമങ്ങൾ അതിനെ നിങ്ങൾ കാണാതിരിക്കുന്നു? INTUC എന്ന് പറയുന്നത് കോൺഗ്രസ് ആണോ? INTUC കോൺഗ്രസിന്റെ കീഴിലാണോ? ഇതിനൊരു ഉത്തരം ലഭിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. കാരണം അവരൊക്കെ താല്പര്യപൂർവ്വം കണ്ടുകൊണ്ടിരിക്കുന്ന, വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമരമാണ് ആശമാരുടേത്. KPCCയുടെ നിലപാടുകളെ തുടർച്ചയായി ധിക്കരിച്ചുകൊണ്ട് വ്യത്യസ്തമായ INTUC നിലപാട് സ്വീകരിക്കുന്ന ഈ സംസ്ഥാന പ്രസിഡന്റിനെ ആ സ്ഥാനത്തു നിന്ന് നീക്കാൻ KPCCയിലൊക്കെ പലപ്പോഴും പുനഃസംഘടനകൾ വരുമല്ലോ. അതുപോലെ എന്തുകൊണ്ട് INTUC പുനഃസംഘടിപ്പിക്കുന്നില്ല?